54 ദിവസത്തെ മുഖ്യമന്ത്രി പദം CH സർക്കാരിന്റെ കഥ 1979 കേരള രാഷ്ട്രീയം കലുഷിതമായൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിരുന്നത്. മുന്നണികൾ രൂപപ്പെടുകയും അതിവേഗം തകരുകയും ചെയ്യുന്ന അസ്ഥിരതയുടെ നാളുകൾ. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന P.K. വാസുദേവൻ നായർ രാജിവെച്ചതോടെ സംസ്ഥാനം വീണ്ടുമൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലായി. ഈ സങ്കീർണമായ സാഹചര്യത്തിലേക്കാണ് ചരിത്രപരമായൊരു നിയോഗം പോലെ ആ വലിയ മനുഷ്യൻ കടന്നുവന്നത്, CH മുഹമ്മദ് കോയ. 1979 ഒക്ടോബർ 12-ന് അദ്ദേഹം കേരളത്തിന്റെ 8ാമത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായും നാളിതുവരെ അവസാനമായും ഒരു മുസ്ലിം മുഖ്യമന്ത്രി അധികാരത്തിലേറുന്നത് അന്നാണ്. മികച്ച വാഗ്മിയും വിദ്യാഭ്യാസ വിചക്ഷണനും ജനകീയ നേതാവുമായിരുന്ന CH മുഖ്യമന്ത്രി പദവിയിലെത്തുമ്പോൾ വലിയ പ്രതീക്ഷകളാണ് ജനങ്ങൾക്കുണ്ടായിരുന്നത്. മുൻപ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിച്ചതുപോലുള്ള വിപ്ലവകരമായ തീരുമാനങ്ങൾ ഏവർക്കും ഓർമ്മയുണ്ടായിരുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിലും ഭരണപരമായ കാര്യക്ഷമതയും ദീർഘവീക്ഷണവും അദ്ദേഹത്തിന്റെ ഓരോ ചുവടുവെപ്പിലും ഉണ്ടായിരുന്നു. എന്നാൽ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിന്റെ സങ്കീർണതകൾ ആ സർക്കാരിന് വലിയ വെല്ലുവിളിയായി മാറാൻ അധിക ദിവസം വേണ്ടിവന്നില്ല. പിന്തുണ നൽകിയ കക്ഷികൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളും രാഷ്ട്രീയ വടംവലികളും സർക്കാരിന്റെ അടിത്തറ ഇളക്കിത്തുടങ്ങി. അപ്രതീക്ഷിതമായി ആന്റണി കോൺഗ്രസും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ പിന്തുണ പിൻവലിച്ചതോടെ സർക്കാരിന് നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നു. ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെന്നുറപ്പായതോടെ 1979 ഡിസംബർ 1-ന് അദ്ദേഹം മുഖ്യമന്ത്രി പദവി രാജിവെച്ചു. പക്ഷേ കൂടെ നിന്ന് ചതിച്ച മാണി ഗ്രൂപ്പിനും ആന്റണി കോൺഗ്രസിനും ഒരു കനത്ത പ്രഹരം നൽകിയാണ് അദ്ദേഹം പടിയിറങ്ങിയത്. രാജിവെക്കുന്നതിനോടൊപ്പം നിയമസഭ പിരിച്ചുവിടാൻ ഗവർണർക്ക് ശുപാർശ ചെയ്തു. ഗവർണർ അത് അംഗീകരിച്ചതോടെ CHനെ കൂടെ നിന്ന് ചതിച്ച പലരുടെയും മുഖ്യമന്ത്രി മോഹം അതോടുകൂടി അവസാനിച്ചു. തുടർന്ന് സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങി. വെറും 54 ദിവസങ്ങൾ മാത്രമാണ് അദ്ദേഹം ആ കസേരയിലിരുന്നത്. എങ്കിലും അധികാരത്തിന്റെ ദൈർഘ്യത്തിലല്ല, മറിച്ച് ജനമനസ്സുകളിലെ സ്വാധീനത്തിലാണ് ഒരു നേതാവിന്റെ യഥാർത്ഥ വിജയമെന്ന് ഈ CHന്റെ ഹ്രസ്വകാല ഭരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും തിളക്കമുള്ളതും എന്നാൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞതുമായ അധ്യായങ്ങളിലൊന്നായി CH മുഹമ്മദ് കോയയുടെ മുഖ്യമന്ത്രി കാലഘട്ടം ഇന്നും നിലനിൽക്കുന്നു.